മാസല്ല, വിനയ് ശ്രീനിവാസൻ മരണ മാസമാണ്. അതായത് പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി പടം. ഇതിനെ വല്ല പൃഥ്വിരാജിന്റെ ആട് ജീവിതമൊന്നും പറ്റൂല, അത്രയൊക്കെ നമ്മൾ. അതായത് ഏറ്റവും ലാസ്റ്റ് വിനയ് ശ്രീനിവാസന്റെ അനിയാണല്ലോ നമ്മുടെ ധ്യാൻ, അവനെ പടം ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ വരുന്നത്. അതിൽ പറയുന്നുണ്ട് നമ്മുടെ പണം വിജയിച്ചളിയ എന്നൊരു വാക്ക് പറയും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ധ്യാൻ പറയും അതിനൊക്കെ ഒരു സമയമുണ്ടടാ ദാസ. അതൊക്കെ പൊളിയല്ല മച്ചാനെ, പൊളിയല്ലേ. ഞാനൊരു മനോരോഗിയാണ്, പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞവരോ വിചാരിക്കും ഞാനൊരു മനോരോഗിയാണെന്ന്, പക്ഷെ അത് അങ്ങനെയല്ല. അത് നിവിൻ പോളിയുടെ ഡയലോഗാണ് ഈ സിനിമയിലുള്ളത്. മച്ചാനെ പൊളിയാണ്. പൊളിയെന്ന് വെച്ചാൽ തീ 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 തീ. അതായത് ഒന്നും പറയല്ല, എനിക്ക് ആ പടത്തിൽ ഒരു ഡാൻസ് കൂടെ ചെയ്താലേ പറ്റുള്ളൂ. ആ പടത്തിന് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്യാണ്. ഇത് ആറാട്ടണനും അലയൻസ് പെരേരയ്ക്കുള്ള റോളല്ല. ഇതായത് ആ പാട്ട് ഞാൻ കളിക്കും. അതായത് സൂപ്പർ അഞ്ചിന് രതിപുഷ്പം കളിക്കും പോലെ പഴയ മോഡലാണ് പടം. ഇതിനെ തീയാണ്. ഇങ്ങനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. പൊളിയെ പൊളി പടം വിജയിച്ച് 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 വിജയിച്ചെന്ന് വെച്ചാൽ പൊളി തീ പാറിയിട്ടുണ്ട്. പൃഥ്വിരാജിനൊന്നും ഇതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ. അവനാണ് കഴിവ്, അവനാണ് തീ. പേടിപ്പിക്കാതെ നല്ല പടമാണ്, ഗംഭീര പടമാണ്. ഒരു നമ്മൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു മാജിക് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സാധ്യമായ മേക്കിംഗ്. എ ടു ഇസഡ് ഈ പറഞ്ഞ പോലെ നമ്മളായി വിനീത് ശ്രീനിവാസൻ്റെ ഇമോഷണൽ സിനിമകളുടെ കൂട്ടത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ്. നിവിൻ പോളി പടം കംപ്ലീറ്റ് സ്കോർ ചെയ്തു. അതിഗംഭീരമായ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു സ്വയം വിമർശനാത്മകമായ കോമഡിയാണല്ലോ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു സ്റ്റൈൽ. അതിലെ ആ ഒരു വഴി പിടിച്ച് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ തിരക്കഥ എന്ന് തോന്നി. ഗംഭീര സിനിമ. ഈ പടം ഗംഭീരമാണ്. നമ്മൾ ധ്യാനിനെ ഇന്ന് വരെ ഒരു പക്ഷേ ഇത്രയും മാത്രം ഗംഭീരമായിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സംഗതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനല്ല, വളരെയേറെ ഗംഭീര ഒരു നടനായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രണവ് അതിഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് നിവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കണക്ട് ചെയ്യുന്നുണ്ട്, നന്നിട്ടുണ്ട് ബ്രോ. എനിക്ക് നമ്മളൊക്കെ ഫിലിമിൽ ട്രൈ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് പണ്ടത്തെ ആണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി പടം, രക്ഷയില്ല ബ്രോ, നന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടം പറയുന്നതായതുകൊണ്ട് ധ്യാൻ ചേട്ടൻ്റെ സീൻ നമ്മൾ കണ്ട പോലെയല്ല, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്നും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ നിവിൻ പോളി ഷോ ആയിരിക്കും. ഇന്റർവ്യൂലൊക്കെ ഒരു ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞ പോലെ പഴയ നിവിൻ ചേട്ടൻ വെച്ചാൽ ഫണ്ണി ആയിട്ടുള്ള ആ ഒരു പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. കൊള്ളായിരുന്നു, നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിങ് ആണ്, നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി പടം. എന്താണ് എടുത്തു പറയാൻ? നിവിൻ പോളിയുടെ ഒരു കംബാക്ക് പോലത്തെ ഒരു പടമാണ്, നല്ല പടം. നമ്മളായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടം. ഉഗ്രൻ സിനിമയാണ്. ഒന്നും കുറ്റമൊന്നും പറയാനില്ല. ഭയങ്കര ഇമോഷണലി ഭയങ്കര കളക്ടറാണ്. കാരണം നമ്മളും പലപ്പോഴും ആഗ്രഹിച്ചാണ് ഒരു സിനിമാക്കാരനൊക്കെ അവിടെ നിന്ന് ആഗ്രഹിച്ച സ്ക്രിപ്റ്റൊക്കെ എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റിലായി. നമുക്കൊരു പ്രചോദനമാണ്. ഒന്നും പറയാൻ പറ്റണില്ല അത്രയ്ക്കും എനിക്ക് പേഴ്സണലി. ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ് അയ്യോ, ഒരു നിവർത്തിയില്ലാത്ത പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ വിൻറ്റേജ് മോഹൻലാലിനെയും വിൻറ്റേജ് ശ്രീനിവാസനെയും കിട്ടി. അത് തന്നെയാണ്, നന്നായിട്ടുണ്ട്. നല്ല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ ഒരു നിവിൻ പോളിയുടെ ഒരു അഴിഞ്ഞാട്ടം. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. നിവിൻ പോളിയുടെ അത് ഉഗ്രനായിട്ടുണ്ട്. നിവിൻ പോളി ഉഗ്രനായിട്ടുണ്ട്. സെൽഫ് ട്രോൾ എന്നൊക്കെ പറയുന്നത് അതേപോലെ ഉഗ്രനായിട്ടുണ്ട്. നല്ല പടമാണ്, നല്ല പടമാണ്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു നിവിൻ പോളിയുടെ. ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ക്യാരക്ടറല്ലേ വരുന്നത്? അതെ, ഇതില് പ്രണവിനെക്കാട്ടി എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ധ്യാനിന്റെ ക്യാരക്ടറാണ്. ധ്യാനാണ് കൂടുതലായിട്ട് സിനിമ കൊണ്ടുപോകുന്നത്, ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ധ്യാനാണ്. നല്ല നല്ല സിനിമയാണ്. നമ്മുടെ ഇത് ഓവറായിട്ട് സെന്റിമെന്റലായിട്ട് വരുന്ന ടൈപ്പാണോ അതോ കോമഡിയാണോ? കുറച്ച് ഇമോഷണലായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഇമോഷണലാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് കുറച്ച് കോമഡിയും കാര്യങ്ങളായിട്ട് വരുന്നത്. അത് നിവിൻ പോളി വന്നതിന് ശേഷമാണ് കുറച്ച് കോമഡിയായിട്ട് കണക്ട് ആവുന്നത്. അതിപ്പോൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് നിവിൻ പോളി ഷോ തന്നെ ആയിരിക്കാം പറഞ്ഞിരുന്നു. നിവിൻ പോളിയാണ് സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടുപോകുന്ന. നിവിൻ പോളിയാണ്. പുള്ളിയുടെ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് തിയേറ്റർ ഒന്ന് ഇളകിയത്. ബേസിലെ ക്യാരക്ടർ കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. അത് ഫുൾ ആയിട്ടുണ്ടോ? ഇല്ല, ബേസിൽ വരുന്ന സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ബേസിലും വരുന്നത്.